Hi guys. So in this video we are going to study about Bible translations and the importance of Bible translation in the language of English. English language എങ്ങനെയാണ് ബൈബിൾ ട്രാൻസ്ലേഷൻസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൈബിൾ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഹിബ്രു, ലാറ്റിൻ, അതേപോലെ തന്നെ നമ്മളുടെ ഗ്രീക്ക് ലാംഗ്വേജസിൽ എഴുതപ്പെട്ടിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു, ഒരു റിലീജിയസ് ഗ്രന്ഥമായിരുന്നു. പക്ഷെ പിന്നെ എന്ത് ചെയ്യണം, അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇംഗ്ലീഷിലേക്ക് മറ്റു ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറേ പുതിയ വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളർച്ചയിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ഒരു കാര്യമായിരുന്നു നമ്മുടെ ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. മേജറായിട്ട് 3-4 വേർഷൻ ഓഫ് ബൈബിൾ ട്രാൻസ്ലേഷൻ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 5026 ടിൻഡേൽസ് വേർഷൻ ഓഫ് ബൈബിൾ ട്രാൻസ്ലേഷൻ ആണ്. പിന്നെ ഓതറൈസ്ഡ് വേർഷൻ 6011 വരുന്നുണ്ട്. പിന്നെ കിങ്സ് ജെയിംസ് വേർഷൻ, അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യണം, കവഡീൽസ് വേർഷൻ ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ 3-4 വേർഷൻസ് ആണ് ബൈബിൾ ട്രാൻസ്ലേഷന് ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇതിലൊക്കെ ഏറ്റവും ഒരു ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് കണക്കാക്കപ്പെടുന്നത് ടിൻഡേൽസ് വേർഷനും ഓതറൈസ്ഡ് വേർഷനുമാണ്. ഓക്കെ, നമ്മൾ കിങ് ജെയിംസ് വേർഷൻ ആയാലും ഒക്കെ എന്താണ്, ഇതിന് ശേഷം വന്നതായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പകുതി ഭാഗവും ഉൾക്കൊണ്ടിട്ടായിരുന്നു അവരൊക്കെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ആയിട്ട് ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തിയ ആളായിരുന്നു നമ്മളുടെ ടിൻഡേൽ എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ബാക്കിയുള്ള ലാംഗ്വേജസിലാണ് എഴുതപ്പെട്ടിരുന്നത്. സോ മെനി ചാലഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിലുപയോഗിച്ചിരുന്ന പല വേർഡ്സ് എന്ത് ചെയ്യില്ല, ഇംഗ്ലീഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവൈലബിൾ അല്ലാതെ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ബൈബിൾ ട്രാൻസ്ലേഷൻ മൂലം ഇംഗ്ലീഷിലേക്ക് വന്ന നിരവധി വേർഡ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വളരാൻ വേണ്ടി ഒത്തിരി സഹായിക്കുന്നുണ്ട്. സോ ആ ഏരിയനെ കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബൈബിൾ ട്രാൻസ്ലേഷൻസ്, ഹൗ ഇറ്റ് ഹെൽപ്ഡ് ഇൻ ദ നറിഷ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ലെറ്റ്സ് സീ. Bible translation have abundantly contributed word to the English language. The Bible was one of the principles of 17th century culture. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിരവധി പുതിയ പുതിയ വേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ബൈബിൾ ട്രാൻസ്ലേഷനിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നായിരുന്നു എന്ത്, നമ്മളുടെ ഹോളി ബൈബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ ദ പ്യൂരിറ്റൻ റെജീം there were many statutes requiring the study or പബ്ലിക് റീഡിങ് ഓഫ് ദ ബൈബിൾ. നമ്മൾ പ്യൂരിറ്റൻ കാലഘട്ടത്തിൽ എന്താണ്, ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് അറിയാന്നുള്ളത് ഓരോ സിറ്റിസണും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ലാംഗ്വേജസിൽ തന്നെ ബൈബിൾ വായിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഡെയിലി ലൈഫിൽ അതിനെ യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. The richness of tradition provided language material and patterns for one of the masterpieces of English literature, The Pilgrim Progress in John Bunyan. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഇത് കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ കവികളും പോയറ്റുകളും ക്രിട്ടിസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ബൈബിളിലെ വചനങ്ങളും അതിലെ സെൻറ്റൻസുകളും വേർഡ്സും ഒക്കെ തൻ്റെ റൈറ്റിങ്സിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ബൈബിളിലെ വചനങ്ങളും വേർഡ്സും ഒക്കെ ഉപയോഗിച്ച ഒരാളായിരുന്നു ജോൺ ബനിയൻ എന്ന് പറയുന്നത്. സോ മൂപ്പരുടെ വർക്കായിട്ടുള്ള പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് നിരവധി ബൈബിളിൽ നിന്നുള്ള വേർഡ്സും സെന്റൻസസും കോഡ്സും ഒക്കെ കാണാനായിട്ട് പറ്റും. സോ ആ കാലത്ത് എന്ത് ചെയ്യാണ്, ഇതൊരു ട്രെൻഡായിട്ട് മാറാണ്. ആളുകൾ ബൈബിളിൽ നിന്നുള്ള വചനങ്ങളും വേർഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് രചനകൾ എഴുതാനായിട്ട് തുടങ്ങുന്നുണ്ട്. In fact, the English Bible has served to keep alive English words and to fix their meanings, and it has provided language material and pattern, word, phrase, rhythm not only ബനിയൻ but to English writers and speakers of all subsequent periods. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബനിയൻ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമല്ല, ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ലാംഗ്വേജിന് കുറേ റിതം, ഫ്രേസ്, വേർഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബൈബിൾ ട്രാൻസ്ലേഷൻസ് നൽകിയിട്ടുണ്ട്. അന്നത്തെ പോയിറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ വേർഡ്സും ഫ്രേസസും റീതും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ റൈറ്റിങ്സ് എഴുതാനായിട്ട് തുടങ്ങണം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളെ ജോൺ ബനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ബൈബിൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വായിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറുകയാണ്. സോ അവർ അതെന്ത് ചെയ്യാൻ തുടങ്ങി, അതിനെക്കുറിച്ച് വായിക്കാനും കൂടുതൽ അറിയാനും ഒക്കെ തുടങ്ങി. ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ബൈബിൾ എന്ന് മാറുന്നുണ്ട്. ഓക്കെ, the two important translations of the Bible are Tyndale's translation in 5026 and the authorized version in 6011. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വേർഷനാണ് പറയപ്പെടുന്നത്. ഏതൊക്കെയാണ്, ടിൻഡേൽസ് വേർഷൻ ഇൻ 5026 ആൻഡ് ഓതറൈസ്ഡ് വേർഷൻ ഇൻ 6011. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ടിൻഡേൽ വേർഷൻ ഇംഗ്ലീഷ് മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിലേക്ക് ലാറ്റിൻ ഹിബ്രു ലാംഗ്വേജിൽ നിന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 6011 ഒരു ഓതറൈസ്ഡ് വേർഷൻ, ഒഫീഷ്യലായിട്ടുള്ള ഒരു വേർഷൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ,
The later was most influential than any other single factor in fixing the English language and setting some kind of standard. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് സ്ഥാപിച്ചപ്പോൾ വന്നപ്പോൾ എന്ത് ചെയ്യാണ്, ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ അതുവരെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ വേർഡ്സ് വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, എല്ലാവരും ഇതൊക്കെ ഡെയിലി ലൈഫിലും തങ്ങളുടെ റൈറ്റിങ്സിലും ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ സ്റ്റാൻഡേർഡ് തന്നെ റൈറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. Throughout the next 3 centuries, it remained the people's book, which they read every Sunday, and with they become very familiar. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, അടുത്ത 3-4 നൂറ്റാണ്ടുകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഒറിജിനൽ സ്പീഷീസ് ഒക്കെ വരുന്നത് വരെ ബൈബിളായിരുന്നു ഒഫീഷ്യൽ ഗ്രന്ഥം. ആളുകൾ എന്നും കയ്യിൽ കൊണ്ട് നടക്കാനും പള്ളിയിൽ കൊണ്ടുപോകാനും അതിലെ വചനങ്ങൾ വായിക്കാനും ഒരു ബുക്ക് എന്ന പോലെ, ഒരു ഫിക്ഷൻ എന്ന പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്നേഹിക്കാനും ഒക്കെ തുടങ്ങി. എന്നും ഒരു അവരുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് ബൈബിള് മാറുന്നുണ്ട്. ഓക്കെ, ബട്ട് ഫോർ എ വേർഡ് ഹിയർ ആൻഡ് ദർ വിച്ച് ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് മീനിങ്, വി സ്റ്റിൽ ഫീൽ ദാറ്റ് ദ ഇംഗ്ലീഷ് ഓഫ് ദ ബൈബിൾ ഈസ് ദ ഇംഗ്ലീഷ് ഓഫ് ടുഡേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അന്നുണ്ടായിരുന്ന വചനങ്ങളിലൊക്കെ ഇന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്, അന്നുണ്ടായിരുന്ന ഇംഗ്ലീഷ് തന്നെയാണ് നമുക്ക് ഇന്നും അവൈലബിൾ ആയിട്ടുള്ളത്. സോ എന്താണ്, വേർഡ് മീനിങ്സ് ഒക്കെ ചിലത് മാറിയെങ്കിലും ഇംഗ്ലീഷ് സെയിം ആയിട്ടാണ് ഇന്നത്തെയും ബൈബിളിന്റെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദ ബൈബിൾ ഹാസ് ബീൻ എ സ്ട്രോങ് ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ദ സ്റ്റൈൽ ഓഫ് മെനി എമിനന്റ് റൈറ്റർ ആൻഡ് സോ ഹാസ് പ്ലേഡ് ഡെഫിനറ്റീവ് പാർട്ട് ഇൻ ഷേപ്പിംഗ് ലിറ്റററി ലാംഗ്വേജ്. പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാണ്, അന്ന് തൊട്ടിട്ട് ബൈബിൾ ഇങ്ങനെ ഫെമിലിയാരിറ്റി നേടി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകൾ ബൈബിളിലെ വചനങ്ങളും സെന്റൻസുകളും ചെറിയ ചെറിയ ന്യൂ വേർഡ്സും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ റൈറ്റിങ്സിൽ അവരുടെ രചനകളിൽ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, റീഡേഴ്സ് കൂടുതൽ ഇത് വായിക്കാനും ഇതിനെ സ്പ്രെഡ് ചെയ്യാനും പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യാനൊക്കെ ഇതവരെ സഹായിക്കുന്നുണ്ട്. It has also provided new words which, unlike many of those which originated with classical scholars, were early adopted into the spoken tongue and have remained it in ever since. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, പുതിയ പുതിയ തരത്തിലുള്ള വേർഡ്സ് റൈറ്റേഴ്സിന് ഇത് നേടിക്കൊടുക്കുകയാണ്. ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ പുതിയ വേർഡ്സ് അവരുടെ റൈറ്റിങ്സിൽ അവരുടെ രചനകളിൽ ഉൾക്കൊള്ളിക്കാൻ തരത്തിലുള്ള വേർഡ്സ് എന്ത് ചെയ്യാണ് ഇവർക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ അതിൽ അതേപോലെ നമുക്ക് ടിൻഡേൽസ് വേർഷനിൽ നിന്ന് കിട്ടിയിരുന്ന വേർഡായിരുന്നു അതേപോലെ കോൺഗ്രിഗേഷൻ, വിച്ച് മീൻ സഭ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആസ് എൻ ട്രാൻസ്ലേഷൻ ഓഫ് ദ ഗ്രീക്ക് എക്ലേസിയ. എക്ലേസിയ എന്നാണ് സഭയ്ക്ക് ഗ്രീക്കിൽ പറയുന്നത്. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ എന്താതി, അത് കോൺഗ്രിഗേഷൻ എന്ന വേർഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ടിൻഡേൽസ് വേർഷനിലൂടെ ഇംഗ്ലീഷിലേക്ക് കിട്ടിയ ഒരു വേർഡായിരുന്നു കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. ഗ്രീക്കിൽ അതിൻ്റെ ലൈനിൽ നിറയറ്റിങ് 10 സെന്റൻസ് എന്ന് പറയുന്നത് എക്ലേസിയ എന്നായിരുന്നു. Tyndale wrote under a strong Protestant tradition and fought shy of anything which might be constructed to such a Roman church and to justify its claims. അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു നമ്മളുടെ ടിൻഡേൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദ സെയിം റീസൺ പ്രോബബ്ലി ഹി പ്രിഫേർഡ് എൽഡർ ടു പ്രീസ്റ്റ്. ഒരു RC വിശ്വാസക്കാരനല്ലാത്തത് കൊണ്ടും ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരനായതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രീസ്റ്റിനെ തൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷനിൽ മൂപ്പർ ഉപയോഗിച്ചിരുന്ന ടേം എന്ന് പറയുന്നത് എൽഡർ എന്നായിരുന്നു, അല്ലെങ്കിൽ മുതിർന്നവർ എന്നുള്ള ടേം ആയിരുന്നു ടിൻഡേൽസ് വേർഷനിൽ ടിൻഡേൽ യൂസ് ചെയ്തത്. ബിക്കോസ് ഹി വാസ് നോട്ട് എ RC, റോമൻ കത്തോലിക് അല്ലായിരുന്നത് കൊണ്ട് എൽഡർ എന്നുള്ള വേർഡാണ് ബൈബിളിൽ പ്രീസ്റ്റ് എന്നുള്ള വേർഡിൽ, ഒറിജിനൽ ബൈബിളിൽ പ്രീസ്റ്റ് എന്നാണ്, പക്ഷേ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മൂപ്പർ ഉപയോഗിച്ച വേർഡ് ഏതായിരുന്നു, എൽഡർ എന്നുള്ള വേർഡായിരുന്നു. ഫ്രം കവർഡേൽ വി ഗോട്ട് ദ ഫ്രേസ് ലവിങ് കൈൻഡ്നെസ്. The authorized version performed an inestimable service by preserving and perpetuating other words like firmament, raiment, apparel and list. Firmament means sky, raiment and apparel means ക്ലോത്ത്സ്. ഓക്കെ, ഇപ്പോൾ ഓതറൈസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരുന്നത് ഇതിലായിരുന്നു. സോറി, നമുക്ക് കവർഡേൽസിൻ്റെ വേർഷൻ പറയുമ്പോൾ കവർഡേൽസിൻ്റെ വേർഷൻ ഫോക്കസ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഗ്രീക്ക് ഹിബ്രു ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ലവിങ് കൈൻഡ്നെസ്, അതേപോലെ തന്നെ ലവിങ് കൈൻഡ്നെസ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് കവർഡേൽസ് വേർഷൻ ഓഫ് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ആണ്. എവിടേക്ക്, ഇംഗ്ലീഷിലേക്ക്. ഓതറൈസ്ഡ് വേർഷൻ പെർഫോംഡ് ആൻ ഇൻഎസ്റ്റിമേറ്റ് സർവീസ് ബൈ പ്രിസർവിങ് ആൻഡ് പെർപെച്വേറ്റിംഗ് ദ വേർഡ്സ് ലൈക്ക് ഫിർമമെന്റ്, റെയിൻമെന്റ്, അപ്പാരൽ, ലിസ്റ്റ്. ഞാൻ പറഞ്ഞു 60 ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, സോറി 60 നമ്മൾ 11 എന്ത് ചെയ്യുന്നുണ്ട്, ഓതറൈസ്ഡ് വേർഷൻ ടിൻഡേലിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇതിലൂടെ ഇത്തരത്തിലുള്ള വേർഡ്സൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഇംഗ്ലീഷിലേക്ക്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ഓതറൈസ്ഡ് വേർഷനിൽ നിന്ന് കടന്നു വന്ന വേർഡ്സ് ആയിരുന്നു ഫിർമമെന്റ്, റെയിമെന്റ്, അപ്പാരൽ, ലിസ്റ്റ് എന്ന് തുടങ്ങിയ വേർഡ്സ്. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്, ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ വിച്ച് ട്രാൻസ്ലേറ്റഡ് ഇൻ 6011. നമ്മളെ ടിൻഡേൽസ് വേർഷനിൽ വന്ന കവർഡേൽസ് വേർഷനിൽ നിന്ന് വന്നതായിരുന്നു ലവിങ് കൈൻഡ്നെസ് എന്ന വേർഡ്. ടിൻഡേൽസ് വേർഷനിൽ നിന്ന് വന്നൊരു വേർഡായിരുന്നു എൽഡർ, പ്രീസ്റ്റ്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ വേർഡ് കോൺഗ്രിഗേഷൻ എന്നുള്ള വേർഡ്.
The translators adopted a vocabulary which was predominantly native in character. They used a style which was for the most part of straightforward and simple. All these influenced the subsequently development of the English language. അപ്പോൾ ഒരു എന്ത് ചെയ്യാൻ തുടങ്ങി, ഒറിജിനൽ ലാംഗ്വേജിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്തി എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസും എക്സ്പ്രഷൻസും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് അവരുടെ ട്രാൻസ്ലേറ്റഡ് വേർഷനിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ. Bible translators faced a severe problem as there was very little choice of words to make the rendering of the Hebrew or the Greek or Latin words into the phrases. ഈ ട്രാൻസ്ലേറ്റേഴ്സ് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗ്രീക്കിലും ഹെബ്രുവിലും ലാറ്റിനിലും ഒക്കെ ഉണ്ടായിരുന്ന വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വെക്കാബുലറി ഇല്ലാത്തൊരു സ്ഥലമായിട്ട് ഇംഗ്ലീഷ് മാറുന്നുണ്ട്. സോ ആ വേർഡ്സ് ഇവിടെ എവിടെ ഉപയോഗിക്കണം, ഏത് വേർഡ്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ഇവർക്ക് വരുന്നുണ്ട്. ബിക്കോസ് ദർ വർ നോട്ട് എനഫ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഈ ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഹിബ്രുവിലും ഒക്കെയുള്ള ലാംഗ്വേജിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വേർഡ്സ് ഇംഗ്ലീഷിൽ അന്ന് ഉണ്ടായിരുന്നില്ല. Moreover, the virtue of the passage is very often in the image itself. It is even we consider the fact that we understand the real merits of the translations. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, റിയൽ വേർഷനും ഇംഗ്ലീഷ് വേർഷനും നമ്മൾ ഒരുമിച്ച് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. കാരണം റിയൽ വേർഷനിൽ ആ സിറ്റുവേഷനെ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേറ്റഡ് അല്ലാത്ത വേർഷനിൽ ഒറിജിനൽ വേർഷനിലെ വേർഡ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് ഇംഗ്ലീഷിൽ വരുന്നില്ല. ഓക്കെ. St. Paul's notable image, sounding brass or a tinkling cymbal in the opening of Corinthians chapter 13 shows wonderful skill. ഓക്കെ, ഇതെന്താണ്, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്. ഇതെന്താണ്, ഒറിജിനൽ വേർഷനിലൊരു സെൻറ്റൻസ് ആണ്, പക്ഷേ ഇതില്ല, ഇത് നമുക്ക് ട്രാൻസ്ലേറ്റഡ് വേർഷനിൽ ഇംഗ്ലീഷ് വേർഷനിൽ ഇത് കാണാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണിത്. ഓക്കെ. Tyndale's babble not much is yet another beautiful expression which perhaps is better than the authorized version used to not away repetitions. അപ്പോൾ ടിൻഡേൽസ് വേർഷൻ എന്ന് പറയുന്നത് എക്സ്പ്രഷൻസും ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വേർഷൻ ആയിരുന്നു. ആളുകൾ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തതും ടിൻഡേൽസ് വേർഷനാണ്. കാരണം അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നോക്കൂ, ബാബിൾ നോട്ട് മച്ച് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ് ടിൻഡേൽ തൻ്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഓഫ് ഇംഗ്ലീഷ് ബൈബിളിൽ യൂസ് ചെയ്തത്. പക്ഷേ അത് ഓതറൈസ്ഡ് വേർഷനിലേക്ക് വന്നപ്പോൾ യൂസ് നോട്ട് വെയിൻ റിപ്പീറ്റേഷൻസ് എന്നുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് അവർ മാറ്റുന്നുണ്ട്. Okay, but it is a later wondering which has remained in the literary language. In the Lord's Prayer, the authorized version has forgive us for our debts, but the Anglican prayer book, taking its rendering from the Tyndale's New Testament, completed by extension, has forgive us our trespasses. Authorized version ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഫോർഗീവ് അസ് അവർ ഡെപ്റ്റ്സ് ആണ് ആ വേർഡ് സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ടിൻഡേൽ ഉപയോഗിച്ചിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് വേർഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഫോർഗീവ് അസ് അവർ ട്രെസ്പാസസ് എന്നുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതായിരുന്നു ഈ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് എപ്പോഴും യൂസ് ചെയ്തിരുന്നത് ടിൻഡേലായിരുന്നു. ഒഫീഷ്യൽ വേർഷനിൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് വേർഷനിൽ എന്ത് കാണാൻ പറ്റില്ല, നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനും വേർഡ് മീനിങ്ങും ഒന്നും കാണാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. Trespass was originally a pure legal term. The word scapegoat is Tyndale's coinage. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, സ്കേപ്ഗോട്ട് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ടിൻഡേലാണ്. ഇംഗ്ലീഷിലേക്ക് ടിൻഡേൽ കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ ആണ് അത്. The phrase prodigal son and mess of pottage came into English not through any rendering of the scripture but through chapter heading in pre-authorized version of Bibles. ഇപ്പം എന്ത് ചെയ്യാണ്, മെസ് ഓഫ് പൊട്ടേജ് അതേപോലെ തന്നെ പ്രൊഡിഗൽ സൺ എന്നുള്ള ടേമൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്, ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിളിൽ നിന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് വേർഷനിലേക്ക് വരുന്നത്. ദ വെൽ നോൺ ഫ്രേസ് സെറ്റ് ഓഫ് തൈ ബ്രോ ആൻഡ് ഇറ്റ്സ് ഇമിറ്റേഷൻസ് കനോട്ട് ബി ഫൗണ്ട് ഇൻ എനി ഓഫ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ ബുക്ക് ഓഫ് ജെനസിസ്, ഫോർ ഓൾ സീം ടു അഗ്രി ഓൺ സെറ്റ് ഓഫ് thy voice. This expression must have survived from one of the Lollard versions of the Bible which existed and disappeared during the 15th century. അപ്പോൾ 15th centuryയിൽ ലൊല്ലാർഡ് വേർഷൻ ഓഫ് ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരുന്ന എന്താണ്, സ്വെറ്റ് ഓഫ് ദൈ ഫേസ് എന്നുള്ളൊരു ടേം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് വേറെ ഒരു വേർഷൻ ഓഫ് ബൈബിളിലും ടിൻഡേൽസ് വേർഷനിലും ഓതറൈസ്ഡ് വേർഷനിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇത് കാണാൻ പറ്റുന്നത് എവിടെ മാത്രമാണ്, ലൊല്ലാർഡ് വേർഷൻ ഓഫ് ബൈബിൾ ട്രാൻസ്ലേഷൻ മാത്രമേ ഈ സെൻറ്റൻസ് ഈ ടെൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. Okay. Tyndale had a genius for the telling phrase and the idiomatic yet beautiful rendering, and a great deal of this phraseology has remained part of the language as the King James translators also took them over unchanged. ഇപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ പറഞ്ഞു ടിൻഡേൽസ് വേർഷൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസും ഇമേജറീസും ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ആയിരുന്നു. അപ്പോൾ കിങ് ജെയിംസ് എന്ത് ചെയ്യുന്നുണ്ട്, ലേറ്റർ തൻ്റെ സ്വയം ഒരു വേർഷൻ ഓഫ് ബൈബിൾ ട്രാൻസ്ലേഷൻ വേണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പര് ആദ്യ റെഫറൻസിനായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ഹിസ് ബൈബിൾ ട്രാൻസ്ലേഷൻ വർ ടേക്കൺ ഫ്രം ടിൻഡേൽസ് വേർഷൻ. ഓതറൈസ്ഡ് വേർഷൻ അവിടെ ഉണ്ടായിട്ടും ടിൻഡേൽസ് വേർഷനിൽ നിന്നാണ് മൂപ്പര് കൂടുതലായിട്ടും
ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതെന്തായിരുന്നു, അത്രയധികം ബ്യൂട്ടിഫുൾ ഇമേജറീസും ബ്യൂട്ടിഫുൾ ഫ്രേസോളജിയും ഒക്കെ ഉണ്ടായിരുന്നത് ടിൻഡേൽസ് വേർഷൻ ആയിരുന്നു, റാദർ ദാൻ ദ ഓതറൈസ്ഡ് വേർഷൻ ഇൻ 1611. A few words a phrase have come. The apparent inventions of the Bible's translation trace scapegoat already mentioned. പിന്നെ തുടങ്ങി scapegoat എന്ന ടീം അതേപോലെ കിങ് ജെയിംസ് തൻ്റെ വേർഷനിലും ടിൻഡേൽസ് വേർഷനിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. കവർഡെയിൽസ് ടെൻഡർ ഹാർട്ടഡ് ആൻഡ് ലവിങ് കൈൻഡ്നസ് were also taken by കിങ് ജെയിംസ്. കിങ് ജെയിംസ് എന്ത് ചെയ്യുന്നത്, പലയിടത്തുനിന്നും എല്ലാത്തിനും എടുത്തിട്ടാണ് തൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നത്. ടിൻഡേലിൻ്റെ വേർഷനിൽ നിന്ന് സ്കേപ്പ് ഗോട്ട് എന്ന ടൈം എടുത്തു. കവർഡെയിലിൻ്റെ വേർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെൻഡർ ഹേർട്ടഡ് ആൻഡ് ലവിങ് കൈൻഡ്നസ് ആൻഡ് കാൽവിനിസ്റ്റാസ് ജനീവ എന്നുള്ള വേർഡ്സൊക്കെ കവർഡെയിൽസ് വേർഷനിൽ നിന്ന് എടുക്കുന്നുണ്ട്. മെസ് ഓഫ് പൊട്ടേജ് മെൻഷൻഡ് അബവ് ഓർ ദ ഫ്രേസ് ദ അയൺ ഹാവ് എൻറ്റേർഡ് മൈ സോൾ ഫ്രം ദ ഡൊണാൾഡ് റെയിംസ് ബൈബിൾ ഓഫ് ദ ജെസ്യൂട്ട്സ്. ഇതൊക്കെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള വേർഷനിൽ നിന്ന് കിങ് ജെയിംസ് എടുത്തിട്ടുള്ള എന്തായിരുന്നു വേർഡ്സ് ആയിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കിങ് ജെയിംസ് ബാക്കിയുള്ള ബൈബിൾ ട്രാൻസ്ലേഷൻ ഏർലി ഇംഗ്ലീഷ് ബൈബിൾ ട്രാൻസ്ലേഷനിൽ നിന്ന് എടുത്ത വേർഡ്സ് ആയിരുന്നു ഈ പറഞ്ഞവയൊക്കെ. Okay, the language of sacred truths is like to be a little archaic and little suggestive of mystery and should be a use good of their symbolizing imagery. King James translator make to their English a little archaic for the time to replace some of Tyndale's more colloquial usages by more dignified expression. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടിൻഡേൽ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞ ബ്യൂട്ടിഫുൾ ഇമേജറീസും ടെൻസസും ഫ്രേസോളജിയും ഒക്കെ വെച്ചിട്ടായിരുന്നു തൻ്റെ ബൈബിൾ എഴുതിയിരുന്നത്. പക്ഷേ കിങ് ജെയിംസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ തുടങ്ങി. ഏത് സാധാരണക്കാരനും ബൈബിൾ വായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ടിൻഡേലിൻ്റെ ഫ്രേസോളജി അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻസ് ഒക്കെ മാറ്റിയിട്ട് സിമ്പിൾ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ തുടങ്ങി, ട്രാൻസ്ലേഷനിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. It is particularly in the Old Testament that Tyndale's gift for phrasing has passed away of the 1916 beloved Bible into the language. 1611 എന്ത് ചെയ്യാൻ തുടങ്ങി, ടിൻഡേൽസ് വേർഷൻ ഓഫ് ബൈബിൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഓൾഡ് ടെസ്റ്റമെൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. The now familiar phrases from the authorized version, the burden and heat of the day, drink and make merry, however that be, and the fated calf are all the work of Tyndale. എന്നിരുന്നാലും എന്ത് ചെയ്യുന്നില്ല, ഇന്നത്തെ ബൈബിൾ ട്രാൻസ്ലേഷൻ വേർഷൻസിൽ നമുക്ക് ടിൻഡേലിൻ്റെ അന്നത്തെ വേർഷൻസ് ഓഫ് ട്രാൻസ്ലേഷനിൽ ഉണ്ടായിരുന്ന വേർഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആയിരുന്നു ടിൻഡേൽസ് വേർഷൻ. സോ നമ്മളെ ഡ്രിങ്ക് ആൻഡ് മേക്ക് മറി, ബേർഡൻ ആൻഡ് ഹീറ്റ് ഓഫ് ദ ഡേ, ഫൈറ്റഡ് കാഫ് ഒക്കെ എന്തായിരുന്നു ടിൻഡേൽ നടത്തിയിട്ടുള്ള ട്രാൻസ്ലേഷനിൽ വന്ന സെൻറ്റൻസുകളായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ബൈബിൾ എടുത്ത് നോക്കിയാലും കാണാനായിട്ട് പറ്റും. ഹി ഗേവ് ടു ദ ലാംഗ്വേജ് the phrase glad tidings which had remained valuable and familiar. അതേപോലെ തന്നെ അടുത്ത ഫെമിലിയർ ആയിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന ടിൻഡേലിൻ്റെ വേർഷൻ ഓഫ് ട്രാൻസ്ലേഷനിൽ ഒരു വേർഡായിരുന്നു ഗ്ലാഡ് ടൈഡിങ്സ് എന്ന് പറയുന്ന സെൻറ്റൻസ്. The habit of listening to portions of the Bible every Sunday had its direct influence on English prose rhythm and phrasing. ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് വന്നു തുടങ്ങിയപ്പോൾ ആളുകൾ ഇതുവരെ വായിക്കാത്തവരും എടുത്ത് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്ത് ചെയ്യാണ്, ഒരു വളർച്ച കൊണ്ടുവരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രോസിലും റിതത്തിലും ഫ്രേസിങ്ങിലും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ആളുകൾക്ക് ഇതിലൊരു മാറ്റത്തിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. ഈവൻ ദ സ്പോക്കൺ ലാംഗ്വേജ് വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് മീൻസ് ഹൂ സേസ് ഐ വാഷ് മൈ ഹാൻഡ്സ് ഓഫ് ദ വോൾ ബിസിനസ് എന്ന് തുടങ്ങി ആളുകൾ സംസാരിക്കുമ്പോൾ പോലും ബൈബിളിലെ ടേംസും യൂസേജസും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. പൊതുസ്ഥലങ്ങളിലായാലും തന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കായാലും റൈറ്റിംഗ്സിലായാലും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ബൈബിളിലെ വചനങ്ങളും വാക്യങ്ങളും ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിരുന്നു എന്ത്, ഐ വാഷ് മൈ ഹാൻഡ്സ് ഓഫ് ദ ഹോൾ ബിസിനസ് ഈസ് അൺകോൺഷ്യസ്ലി എക്കോയിങ് ആൻ ഇമേജ് വിച്ച് കെയിം ടു ദ ലാംഗ്വേജ് ഫ്രം പിലേറ്റ്സ് ആക്ഷൻ ഓഫ് വാഷിംഗ് ഹിസ് ഹാൻഡ്സ് ഇൻ പബ്ലിക്. അപ്പോൾ അതിലൊരു ബൈബിളിലെ ഒരു സീനിൽ നിന്ന് വന്നൊരു വാക്യമായിരുന്നു ഇത്. ഇതെന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകൾ പൊതു സംസാരത്തിലും പൊതുവചനങ്ങളിലും അതായത് വേർഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. സോ അത്രയും എന്താണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അന്ന് എന്ത് ചെയ്യാണ്, ബൈബിൾ മാറുകയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു സാധനമായിരുന്നു ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം അത്രയധികം കോൺട്രിബ്യൂഷൻസ് ഓഫ് ന്യൂ വേർഡ്സ് ബൈബിൾ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ആരോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിൻഡേൽ എന്ന് പറയാൻ പറ്റും. കാരണം ഇന്ന് യൂസ് ചെയ്ത് വരുന്ന ബൈബിളിൽ നമുക്ക് ടിൻഡേൽസ് വേർഷൻ ഓഫ് വേർഡ്സ് കുറേ ആയിട്ട് കാണാനായിട്ട് പറ്റും. സോ ടിൻഡേൽസ് വേർഷൻ ഓർത്ത് വയ്ക്കുക, കവർഡെയിൽ ഓർത്ത് വയ്ക്കുക, ഓത്തറൈസ്ഡ് വേർഷൻ ആലോചിച്ച് വയ്ക്കുക, കിങ് ജെയിംസിൻ്റെ വേർഷൻ ആലോചിച്ച് വയ്ക്കുക. കിങ് ജെയിംസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് മുന്നേ വന്നിട്ടുള്ള വേർഷനിൽ നിന്നും വേർഡ്സ് കവർ ചെയ്തിട്ട് സിമ്പിൾ ലാംഗ്വേജ് ഫോക്കസ് ചെയ്തിട്ടാണ് കിങ് ജെയിംസ് ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തിയത്. Okay, that's all about the video. Thank you.